ഹായ്, ഇന്ന് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതേപോലെ തന്നെ നമുക്ക് അതിന് കോംബോ ആയിട്ട് ഒരു വെള്ളക്കടലയുടെ ഒരു കറിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം കറി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച വെള്ളക്കടലയാണ്. അപ്പോൾ ഇത് തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ടാൽ മാത്രമാണ് നമുക്ക് നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായി കഴുകിയതിന് ശേഷം നമുക്കൊരു കുക്കർ എടുത്തിട്ട് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു സവോള ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നെടുകെ കീറിയിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി ചതച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത്. നുറുക്കിയതിനെ കിട്ടി നന്നായി ഉണ്ടാവുക ചതച്ച ഇഞ്ചി ചേർക്കുമ്പോഴാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചാൽ മതി. കറി ഒരു തിക്ക് പരുവത്തിലുള്ള ഒരു കറിയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ആവശ്യം വേണ്ട ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒരു 5-6 വിസിലടിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പൊടിഞ്ഞ് വെന്ത് കിട്ടുള്ളൂ. എന്നാൽ മാത്രമാണ് കറി വിചാരിച്ച ടേസ്റ്റ് വരുള്ളൂ. നമ്മുടെ വെള്ളക്കടല ഇവിടെ വിസിൽ വെച്ചിരുന്നു. അത് വെന്ത് നല്ല സോഫ്റ്റായിട്ടുണ്ടാവും. നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ പോലെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ പരുവം നമുക്ക് കിട്ടണം. ഇനി നമ്മൾ ഇതിന്ന് ഒരു പോർഷൻ, അതായത് ഒരു കുറച്ച് വെള്ളക്കടലയുടെ പോർഷൻ എടുത്തിട്ട് നമ്മൾ ചൂടാറാൻ വെക്കുന്നുണ്ട്. ഇതെന്തിനാ വെച്ചാൽ ഇത് നമുക്ക് അരയ്ക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ ഈ കറിക്ക് നല്ല ടേസ്റ്റും അതേപോലെ തന്നെ നല്ല തിക്കും വരുള്ളൂ. അപ്പോൾ ഇതിൽ ഇഞ്ചി പെടാതെ നോക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇഞ്ചി ചതച്ചിടാൻ പറയുന്നത്. അപ്പം നമുക്ക് ആ ഭാഗം ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് നമ്മളെ വെള്ളക്കടല ചൂടാറിയതിന് ശേഷം മാത്രം അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അരച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ചെറിയ ബൗള് തേങ്ങ കൂടെ ചേർക്കണം. ഇത് രണ്ടും കൂടെ നല്ല മഷി പോലെ അരച്ച് കിട്ടണം. ലേശം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇതേപോലെ നമുക്ക് അരഞ്ഞ് കിട്ടണം. ഇനി നമുക്ക് ഒരു പാൻ വയ്ക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. നമുക്ക് ലേശം ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ നമ്മളെ സവാളൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ആവശ്യം വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇത് മൂത്ത് വരുമ്പോൾ നമ്മളുടെ വേവിച്ച വെള്ളക്കടല ചേർത്ത് കൊടുക്കാം. നമുക്ക് വേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. ഇനി ഈ മസാലയിലൊക്കെ ഇടുന്ന വെള്ളക്കടല ഒന്ന് സോട്ടായതിന് ശേഷം നമ്മളുടെ പേസ്റ്റ് ഉണ്ടല്ലോ, വെള്ളക്കടലയും തേങ്ങയും കൂടി അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കറിക്ക് നല്ലൊരു തിക്ക് ഒരു ഫോം ആവുകയും ചെയ്യും കറി. അതേപോലെ തന്നെ നല്ല ടേസ്റ്റും വരും ചെയ്യും ഇങ്ങനെ അരച്ച് ചേർക്കുന്നതോട് കൂടിയിട്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ഈ കറി ഉണ്ടല്ലോ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പുട്ടിൻ്റെ കൂടെയും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ നല്ല കറിയാണ്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിളയ്ക്കാൻ വിടണം.
ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുത്ത് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് വാങ്ങാം. നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ്. നല്ല തിക്കായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള കറിയാണ്. ഇത് ചപ്പാത്തിക്കും അതേപോലെ ഈവൺ ഉപ്പുമാവിനടക്കം നല്ല കോംബോ ആണ്. ഇനി നമുക്ക് സോഫ്റ്റായിട്ട് എങ്ങനെയാണ് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാൻ നോക്കാം. അപ്പം ഞാൻ ഈ കറിക്ക് ഇവിടെ ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ജാറ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പോളം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിലോട്ട് ആവശ്യം വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പിന് ഇതിൻ്റെ ഈ സെയിം കപ്പിൻ്റെ 1/4 ഭാഗത്തോളം വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. എന്നിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുട്ടിൻ്റെ പരുവത്തിലുള്ള തരി പോലെ ആയി കിട്ടും. അതായത് 1 ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിലിട്ടതിന് ശേഷം മേലെ ഇത്തിരി വെള്ളം കുടയണം. അതായത് നമ്മൾ പിന്നെ കൈവച്ച് ഇങ്ങനെ പീച്ച് അങ്ങനെ ചെയ്യരുത്. ഒന്ന് കുടഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഉള്ളി, ജീരകം, ഉപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സ്പൂണ് വെച്ചിട്ട് ഇളക്കിയാൽ മതി. ഇപ്പോൾ 1/4 കപ്പ് വെള്ളത്തിൻ്റെ കൂടെ ഞാൻ ഒന്ന് വെള്ളം കുടഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ പുട്ടിൻ്റെ അച്ചെടുത്തതിന് ശേഷം അതിലോട്ട് തേങ്ങ ഇട്ടതിന് ശേഷം നമ്മൾക്ക് ഈ മാവ് നിറയ്ക്കാം. 6-7 മിനിറ്റിന് ശേഷം നമ്മളെ പുട്ടും റെഡിയാവുന്നു. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഗോതമ്പ് പുട്ട്. ജാറിലോട്ട് ഗോതമ്പ് പൊടി ഇട്ട് നമ്മൾ 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. അതുകൂടാതെ പിന്നെ നമ്മൾ വെള്ളം തെളിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ തെളിച്ചതിന് ശേഷം പിന്നെ സ്പൂണ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കട്ട പിടിക്കില്ല. ഇനി ഒരു 5-6 മിനിറ്റ് ആവി കയറ്റി കഴിഞ്ഞാൽ നമ്മളുടെ ഗോതമ്പ് പുട്ടും ഇവിടെ റെഡി ചെയ്യും. അപ്പോൾ ഈസിയാണ് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കാൻ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ടായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ കോംബോ ആയ ഗോതമ്പ് പുട്ടും അതേപോലെ തന്നെ വെള്ളക്കടലേൻ്റെ ക്രീമി ആയിട്ടുള്ള കറിയും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ റെസിപ്പിയായിട്ട് ഞാൻ ഇനിയും വരും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.